സായി, ദുബായിലെ എല്ലാ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളും പ്രോഫിറ്റബിൾ ആയിരിക്കും? ഒബ്വിയസ്ലി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ദുബായ് മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പം നമുക്ക് നല്ല ഡെവലപ്പർ, നല്ല ലൊക്കേഷന്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻ ലൈൻ വന്നാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആവുള്ളൂ. ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എല്ലാം നല്ലതാണെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും. പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും മാർക്കറ്റിങ്ങിൻ്റെയും ഹോർഡിങ്സിൻ്റെയും അഡ്വർടൈസ്മെൻറ്റിൻ്റെയും പുറകെ പോകും. ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഡെവലപ്പറുടെ വീഡിയോസും ഫോട്ടോസും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ പോയി വാങ്ങിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്പെൻഡ് ചെയ്ത മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൂടെ ആ പ്രോപ്പർട്ടിയിൽ ആഡ് ചെയ്തിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ അത് പ്രോഫിറ്റബിൾ അല്ല. ദുബായിൽ നല്ല ഡെവലപ്പേഴ്സൊന്നും മാർക്കറ്റ് ചെയ്യുന്നില്ല, അതാണ് സത്യം. നമ്മൾ ഇവിടെ ടോപ്പ് ഡെവലപ്പേഴ്സൊന്നും ഒരിക്കലും അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സോ ഹോർഡിങ്സോ ഒന്നും ദുബായിലോ അല്ലെങ്കിൽ പുറത്തോ കാണാൻ കിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ബിസിനസ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകാതെ ഡെവലപ്പർ ട്രാക്ക് റെക്കോർഡ് നോക്കുക, ഡെവലപ്പറുടെ ഹിസ്റ്ററി നോക്കുക, അവർ ഇത്രയും നാൾ ഡെലിവർ ചെയ്ത പ്രൊജക്റ്റുകളുടെ റിട്ടേൺസും പ്രോഫിറ്റും നോക്കുക. അപ്പോൾ ഇതെല്ലാം DXB Interact പോലുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ഇപ്പോൾ അപ്ഡേറ്റഡ് ആണ്. അത് ചെക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ലോകത്ത് എവിടെ നിന്നിട്ടും എല്ലാം കാണാൻ പറ്റും. എന്ത് സംഭവിച്ചു, ഇനി എന്ത് സംഭവിക്കും, അതൊക്കെ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അപ്പോൾ എല്ലാ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സും പ്രോഫിറ്റബിൾ അല്ല. നോക്കി കണ്ടും ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. താങ്ക് യു.